ഹലോ ഹായ് പൊടിയൻസ് ആണേ. ഇന്നിപ്പോൾ പുതിയ ഐറ്റവുമായി എന്താണെന്നല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതാണ് മക്കളെ, കൊള്ളിക്കച്ചി. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉപ്പ്, കുറച്ച് പുളി, നമ്മൾ മല്ലിയില, മുളക് പൊടി, പിന്നെ ഈത്തപ്പഴം വേണം, കുറച്ച് പഞ്ചസാരയും. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞായിരിക്കും എടുക്കേണ്ടത്. അപ്പം ഈത്തപ്പഴം കുരു കളഞ്ഞൊരു 5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഉപ്പ്, ആവശ്യത്തിന് വെച്ചാൽ പഞ്ചസാര ഒരു ചെറിയ സ്പൂൺ മതിയാവും. പിന്നെ മുളക് പൊടി. ഇത് ഐറ്റം എന്ന് പറയുന്ന മറ്റേ നമ്മൾ എന്തുവാണ് പാനിപ്പൂരിയൊക്കെ ഇല്ലേ, ആ പാനിപ്പൂരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കുക. കുറച്ചൊന്ന് വെള്ളം ചേർക്കാം, കാരണം ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് വരണമെങ്കിൽ എന്തായാലും വെള്ളം ചേർക്കേണ്ടി വരും. അങ്ങനെ വെള്ളമൊക്കെ ചേർത്തു. പിന്നെ ഇതിൻ്റെ മീതെ കുറച്ച് സവാളയും കേട്ടു. പിന്നെ ആദ്യം വീഡിയോ അല്ലേ എന്ന് കരുതിയിട്ട് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി നോക്കി. അപ്പം നടക്കുന്നില്ല. ഇത് ഈ നമ്മുടെ കിഴങ്ങ് വറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വടി കണക്കിരിക്കുന്നത് കൊണ്ട് സ്പൂണിട്ട് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഴയ പരിപാടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. കൈയിട്ട് ഇളക്കി കഴിച്ച് മക്കളെ, എന്തൊരു ടേസ്റ്റ്! ആ ഒരു ചെറിയ എരിവും മധുരവും അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ ടാറ്റാ.